ഹായ് മക്കളെ, നമ്മുടെ കേരള പാഠാവലി 8ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ ഫൈനൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി വന്നതാണ്. പാഠഭാഗം അമ്മമ്മ എന്ന പാഠഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആ ചോദ്യം ഒരു 2 മിനിറ്റിനുള്ളിൽ നമുക്ക് പഠിക്കാം. നിങ്ങൾ കൂടെ നിൽക്കുക. ഓക്കെ, ചോദ്യം ഇതാണ്: കണ്ണീർ തിളങ്ങുന്ന സൂചിയായി അമ്മമ്മയുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ പ്രയോഗത്തിലൂടെ വെളിവാകുന്നത്? കണ്ണീർ തിളങ്ങുന്ന സൂചിയായി അമ്മമ്മയുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ പ്രയോഗത്തിലൂടെ വെളിവാകുന്നത്? ഉത്തരം നോക്കുക. വിധവയായ അമ്മമ്മയുടെ ജീവിതം കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു. കരയാത്ത ഒരു ദിനം പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. 3 പേരക്കുട്ടികളെയും പോറ്റി വളർത്താൻ അമ്മമ്മ അധ്വാനിക്കണം. 3ാമത്തെ പേരക്കുട്ടിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് അവരുടെ അമ്മ മരണപ്പെടുന്നത്. ആ മരണം സാധാരണ മരണമോ ദുർമരണമോ ആയിരുന്നില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അമ്മമ്മയുടെ കണ്ണീര് തിളങ്ങുന്ന സൂചിയായി മാറിയത്. അതായത് പരിചയപ്പെടുന്നവരുടെ പോലും കണ്ണ് നനയിപ്പിക്കുന്ന ജീവിതമാണ് അവരുടേത്. അതുകൊണ്ടാണ് കണ്ണീർ സൂചി എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. സെറ്റാണോ? ഒരു തവണ കൂടി ഉത്തരം നോക്കുക. വിധവയായ അമ്മമ്മയുടെ ജീവിതം കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു. കരയാത്ത ഒരു ദിനം പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. 3 പേരക്കുട്ടികളെയും പോറ്റി വളർത്താൻ അമ്മമ്മ അധ്വാനിക്കണം. 3ാമത്തെ പേരക്കുട്ടിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് അവരുടെ അമ്മ മരണപ്പെടുന്നത്. ആ മരണം സാധാരണ മരണമോ ദുർമരണമോ ആയിരുന്നില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അമ്മമ്മയുടെ കണ്ണീര് തിളങ്ങുന്ന സൂചിയായി മാറിയത്. അതായത് പരിചയപ്പെടുന്നവരുടെ പോലും കണ്ണ് നനയിപ്പിക്കുന്ന ജീവിതമാണ് അവരുടേത്. അതുകൊണ്ടാണ് കണ്ണീർ സൂചി എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ഒരു 2 തവണ കേൾക്കുക, സെറ്റാക്കുക. പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് ചോദ്യം വരും, ഉത്തരം എഴുതിക്കൊള്ളുക. ഓക്കെ, താങ്ക് യു.